ground state energy and the excited ground state and the excited state. Deuteron atom. അപ്പോൾ ശരിക്കും ഇത് ഈ മെത്തേഡിന് LCAO എന്നൊരു മെത്തേഡ് പേരുണ്ട്. LCAO മെത്തേഡ്. നമ്മൾ ഈ അപ്രോക്സിമേഷൻ മെത്തേഡിൽ ഇത് സോൾവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റ്സ്, LCAO മെത്തേഡ്. സോ ആക്ച്വലി ഡ്യൂട്രോൺ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. Deuteron, it can be defined as a hydrogen molecule ion. Hydrogen molecule ion, that means H2 plus എന്ന് പറയാം അല്ലേ. അപ്പോൾ H2 എന്ന് പറയുമ്പം രണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഉണ്ട്. ദാറ്റ് മീൻസ് രണ്ട് പ്രോട്ടോൺ ഉണ്ട്. പിന്നെ these two protons or hydrogen molecule consist of H2 plus ion. ഒരു പോസിറ്റീവ് അയോൺ കിട്ടുന്ന ഒരു ഇലക്ട്രോൺ ലീവ് ചെയ്യും. ഈ രണ്ട് പ്രോട്ടോണിന് ഒരു കൂളോംബിക് ഫീൽഡ് എവിടം വരെയും കിട്ടുമോ ആ റീജിയനിൽ 1 ഇലക്ട്രോണും കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്. ശരിക്കും ആക്ച്വലി ഇറ്റ് ഈസ് അതങ്ങനെ മനസ്സിലാകണം, അല്ലെങ്കിൽ ഈ എസ്ഐയും കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. Deuteron എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ otherwise I would like to define it as a nucleus of deuterium. If it is a nucleus of a deuterium, then one proton is there, and neutron haven't any charge, so we can state it as an ionic state of this deuterium. So one electron ഈ നമ്മളുടെ ഇതിനകത്ത് സ്ട്രിപ്പിംഗ് അവേ ആയി കഴിഞ്ഞാൽ രണ്ട് പോസിട്രോൺ അല്ലെങ്കിൽ രണ്ട് പ്രോട്ടോൺ, രണ്ട് പോസിറ്റീവ് ചാർജ് കിട്ടും. സോ ഇൻ എഫക്ട് എ ഹൈഡ്രജൻ മോളിക്യൂൾ അയോൺ കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ കൂളോം ഫീൽഡ് ഓഫ് 2 protons. That is called the deuteron, which is in the ground state. ആ സെനൻസ് കിട്ടിയല്ലോ അല്ലേ? എഴുതണം. The hydrogen molecule ion bracket H2 plus consists of an electron in the Coulomb field of 2 protons. Now, നമുക്ക് ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ഫിഗർ ആയിട്ട് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. The hydrogen molecule ion bracket H2 plus consists of an electron in the Coulomb field. ഒരു ഇലക്ട്രോൺ ആണ്, രണ്ട് പ്രോട്ടോൺ ഉണ്ട്. In the Coulomb field of 2 protons. The Coulomb field of 2 protons. ഓക്കെ, ഇന്നലെ നോക്കിയായിരുന്നോ നിങ്ങൾ ഡ്യൂട്രോണിന്റെ ഡെഫിനിഷൻ? പല രീതിയിൽ പലയിടത്തുണ്ട്, പക്ഷെ സിംപിളി നമുക്ക് ഇവിടെ ഇങ്ങനെ മതി. അപ്പൊ ഈ റെഡിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ ആറ്റമാണ്. ഇത് ഒരു പ്രോട്ടോൺ, 2 പ്രോട്ടോൺ ആകുമ്പോൾ ഇതിനെ P1 ഞാൻ റെപ്രസെന്റ് ചെയ്തത്, P2. ഈ പ്രോട്ടോൺ 1 ഇലക്ട്രോണുമായിട്ടുള്ള ഡിസ്റ്റൻസ് R1, ദിസ് ഈസ് R2 with respect to these 2 capital R. So consider the total Hamiltonian. The total Hamiltonian is the kinetic energy plus potential energy. So H is equal to P square by 2m. That is kinetic energy. Potential energy is equal to Q square by R. So minus E square by R1 minus E square by R2 minus E square by capital R. അപ്പം R1 എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ ഇലക്ട്രോണിന്റെ ഫസ്റ്റ് പ്രോട്ടോൺ വിത്ത് റെസ്പെക്ട് ടു ഉള്ള പൊട്ടൻഷ്യൽ,
this is E square by R2, and with respect to this 2, ഇനി വർക്ക് ഡൺ ചെയ്യുന്നത് ഇവിടെ ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പോലെ തന്നെയാണ്. ഓപ്പോസിറ്റ് ടു അഗെയിൻസ്റ്റ് ദാറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദാറ്റ് എങ്ങോട്ടാണോ പൊട്ടൻഷ്യൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ വി ക്യാൻ ഗീവ് എ നെഗറ്റീവ് സൈൻ there. So due to that, this there is negative sign in all the stems of corresponding P1 with E, P2 with E, and with respect to P1 and P2. Now you write it as equation number 6. ഞാൻ നോട്ടിൽ എഴുതി വന്നപ്പോൾ അത് ഇക്വേഷൻ 6 ആയതുകൊണ്ട് 6 നിങ്ങൾ എഴുതുവാണെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, ഇല്ലേ 1 കൊടുത്താൽ. ഇനി ഞാൻ വേവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. Now defined, let phi1 of R1. Phi1 of R1 is the wave function of the atomic orbital when the electron is in the neighborhood of proton 1. Proton 1-ഉമായിട്ട് നിയർ നെയ്ബർഹുഡിൽ വരുമ്പോഴുള്ള ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ phi1 of R1, and phi2 of R2, that is the wave function of the atomic orbital when the electron is in neighborhood of proton 2. Proton 2ന്റെ നെയ്ബർഹുഡിൽ വരുമ്പോൾ അതിന്റെ വേവ് ഫംഗ്ഷൻ, ദിസ് ഇലക്ട്രോൺ ഹാസ് വേവ് ഫംഗ്ഷൻ. നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ എടുക്കുന്ന വേവ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു P1, with respect to P2. So you just write here a sentence. Phi1 of R1 is the wave function of the atomic orbital when the electron is in the neighborhood of proton 1. And the electron is in the neighborhood of proton 1. Phi2 of R2, same sentence. Proton 1-ന് പകരം proton 2-ന്റെ നെയ്ബർഹുഡിൽ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കിട്ടുന്ന വേവ് ഫംഗ്ഷൻ. സോ H ഇതാണ്, വേവ് ഫംഗ്ഷൻ ഇതാണ്. Now here this electron, that means here this electron has the same probability of being associated with either of the two protons, or we have to consider, നമുക്കറിയാം ഒരു we want to consider a trial solution, അല്ലെ, ഒരു trial wave function consider. So if the probability P1 with respect to P2 with respect to രണ്ടും അസോസിയേറ്റഡ് ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രോൺ എവിടെ ആയിരിക്കും, അല്ലെങ്കിൽ P1-ൽ നോക്കിയാലും P2-ൽ നോക്കിയാലും we want to identifying electron, or we can see the electron with the same probability. Both point has same probability. രണ്ട് പോയിന്റിൽ നിന്നും ആ ഇലക്ട്രോണിനെ അവിടെ കണ്ടെത്താനുള്ള സാധ്യത സെയിം ആണ്. അങ്ങനെയെങ്കിൽ you can simply write it as the wave function as our trial wave function. നമ്മൾ നമ്മുടെ ട്രയൽ വേവ് ഫംഗ്ഷൻ നമ്മളുടെ ഇതിലേക്ക് വന്നു. പെർട്ടർബേഷൻ അല്ലെങ്കിൽ ട്രയൽ വേവ് ഫംഗ്ഷൻ സൊല്യൂഷൻ നമ്മൾ കൊടുക്കുവാണ്. സോ നമ്മൾ നേരത്തെ y is equal to a raised to minus alpha എന്നൊക്കെ പറഞ്ഞാൽ ഇതിലെ ആൽഫ, അതായത് ഇവിടെ നമ്മൾ ട്രയൽ വേരിയബിൾ അല്ലെങ്കിൽ വേരിയബിൾ പാരാമീറ്റർ കൊടുത്തു. ഇവിടെ നമ്മൾ അതിന് പകരം E1-ഉം E2 ആണ് കൊടുക്കുന്നത്. E1 corresponding to first proton, E2 corresponding to second proton. അപ്പം the trial wave function can be written as psi. Get psi is equal to E1 of psi1 plus E2 of phi2. Psi അല്ല phi. Phi എന്നാന്ന് നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യും with respect to first one, with respect to first one. അപ്പോൾ psi എന്ന് പറഞ്ഞാൽ with respect to both has same probability. So that is equation number 7. Once again, here E1 and E2 are the variable or variational method. നമ്മളുടെ variational method എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എടുക്കുന്ന
വേരിയേഷണൽ പാരാമീറ്റർ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പ്രോട്ടോൺ 1 ഉള്ളതാണ് E1, വിത്ത് റെസ്പെക്ട് ടു പ്രോട്ടോൺ 2 ആണ് E2. And also we want to assume that E1 and E2 both have to be a real value, and രണ്ടും assumes as a real quantities. That means there is no imaginary part, so it is a real part. ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ഇക്വലന്റ് ആയിരിക്കും ആക്ച്വലി. സോ ഇക്വേഷൻ 7 actually it is a linear combination of the atomic orbit. രണ്ടെണ്ണത്തിന്റെയും കോമ്പിനേഷൻ ആയിട്ട് എഴുതി. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഇക്വേഷൻ 7 ഈസ് ബൈ LCAO മെത്തേഡ് or LCAO ഇക്വേഷൻ. എങ്ങനെ വേണമെങ്കിലും പറയാം. LCAO മെത്തേഡ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ ആറ്റോമിക് ഓർബിറ്റ്. ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റ്. ഫസ്റ്റ് പ്രോട്ടോണിന്റെയും സെക്കൻഡ് പ്രോട്ടോണിന്റെയും കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ആ ഒരു ഇലക്ട്രോണിന്റെ സ്റ്റേറ്റിനെ എഴുതി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വി വാണ്ട് ടു നോർമലൈസ് ദ വേവ് ഫംഗ്ഷൻ അസോസിയേറ്റ് വിത്ത് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഒരു ഹൈഡ്രജന്റെ കേസ് എനിക്ക് തോന്നുന്നു നമുക്കറിയാം. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 1s ആണ്. എക്സൈറ്റ് സ്റ്റേറ്റ് പറയുമ്പോൾ നമ്മൾ ഈ എനർജി ഇതും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ N2 3 4 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണം. അതിന് വായിക്കേണ്ട കാര്യം ഞാൻ തരാം. Here in the normalize, now we want to normalize the wave function associated with the ground state S or 1s of the hydrogen atom around P1. ശ്രദ്ധിക്കണം, P1 around ആയിട്ടുള്ള wave function അതായത് നമ്മുടെ phi1 of R1. And when we normalized it and find out the solution for phi1, we obtain it as phi1 is equal to 1 by root of pi S0 cube into e raised to minus R1 by S. S0 എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബിനിലെ? What is S0? ബിനിലെ കേൾക്കാവോ? സർ ബോർ റേഡിയസ്. അപ്പം ബോർ റേഡിയസ് ഓർ A0 is equal to h hat square by m a square, something like. അതായിരുന്നു വാല്യൂ. Bore radius value with respect to that we can write it as phi1 of R1 is equal to 1 by റൂട്ടിനകത്താണ് മൊത്തം. സോ അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് P2 വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള phi2 of R2 എളുപ്പമാണ്. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ R1 R2 പൊസിഷൻ വെക്ടർ മാത്രം മാറും. റൂട്ട് ഓഫ് പൈ A0 ക്യൂബ് e raised to minus R2 by A0. Taken it as equation number 8. രണ്ടും കൂടെ കൺസിഡർ ചെയ്ത് കേട്ടോ. Now phi1 കിട്ടി, phi2 കിട്ടി, രണ്ട് പ്രോട്ടോണിന്റെയും ടൈമിലുള്ള ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ ടോട്ടൽ psi കിട്ടി. ഇനി ആ psi ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിന്റെ എനർജി, ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. എനർജി കണ്ടുപിടിച്ചു പിന്നെ അത് മിനിമൈസ് ചെയ്യാൻ ഡോയി ബൈ ഡോ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. ഓർക്കണം, എഴുതി നോക്കണം. സോ E is equal to, we can write it as the expectation value of the H, that is equal to psi H psi divided by psi psi. ഇത് ലെസ് ദാൻ E0 ആയിരിക്കും എന്നാണ് നമ്മൾ ഇത്ര നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ. അങ്ങനെ E0 കണ്ടുപിടിക്കുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് കിട്ടും, അതിന് മുകളിലുള്ളതെല്ലാം എക്സൈറ്റഡ് സ്റ്റേറ്റ് കിട്ടും. ഇവിടെ സൈയുടെ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 7 എഴുതിയിട്ടുണ്ട്. അപ്പൊ psi H psi എന്ന് പറയുമ്പം ഇത് psi ആൻഡ് ദിസ് ഈസ് ദ കോംപ്ലക്സ് കോൺജുഗേറ്റ്. അപ്പൊ സൈനെ നമ്മൾ കെറ്റിൽ എഴുതിയിരിക്കുന്നത് അല്ലെ. psi is equal to E1. അപ്പം psi is equal to E1 psi1 കെറ്റ് psi1 plus E2 psi2. അപ്പൊ അതിനെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ you want to convert the ket form of that phi1 and phi2 to bra. അതിനെ നമുക്ക് കെറ്റിൽ നിന്ന് ബ്രായിലേക്ക് കൺവേർട്ട് ചെയ്തേച്ച് കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ ഇപ്പം ബ്രാ psi, അപ്പം നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ 7, ദാറ്റ് മീൻസ് E1 കെറ്റ് phi1, അപ്പം ബ്രാ phi1, അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് E1 സ്റ്റാർ.
plus E2 star graphite into H into psi E1 ket phi 1 plus E2 ket phi divided by ഇത് into ഇത് H ഇല്ലാതെ E1 star phi 1 plus E2 star phi 2 E1 phi 1 plus E2 phi 2. So that is the value of our energy by solving the expectation value of the Hamiltonian and the solution of this. നമുക്ക് അറിയാം E1 the complex conjugate എടുത്ത് വെച്ച് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. We can expand this term. ഓരോ ടേമിലും എച്ച് വരും അല്ലേ? ഇതേ ഇൻറ്റു എച്ച് ഇൻറ്റു ഈ ടേം, ഇതേ ഇൻറ്റു എച്ച് ഇൻറ്റു സെക്കൻഡ് ടേം. സോ E1 ഇൻറ്റു E1 സ്റ്റാർ, E1 ഇൻറ്റു E1 സ്റ്റാർ ഇവിടെ എത്രയാവും? E1ഉം E2ഉം റിയൽ നമ്പർ ആണെന്ന് ഞാൻ പറഞ്ഞത്. സോ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്താലും അത് E തന്നെയായിരിക്കും. അപ്പൊ E1 ഇൻറ്റു E1 സ്റ്റാർ, സോറി ഇത് E1 സ്റ്റാറിനെ എനിക്ക് E1 സ്ക്വയർ എന്ന് എഴുതാം. കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കാൻ റിയൽ നമ്പർ ആകുമ്പോൾ ഇമാജിനറി പാർട്ട് നെഗറ്റീവ് ഒന്നും വരുന്നില്ല. അപ്പൊ രണ്ടും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്റ്റ് തന്നെ വരുമല്ലോ. അപ്പൊ സിംപ്ലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദ product of these two, that is equal to E1 square. So E1 square phi 1 H phi 1 plus E2 square phi 2 H phi 2 plus E1 E2 phi 1 H phi 2 plus E2 E1. AB not equal to BI in quantum mechanics, so we can change this term. Phi 2 H psi phi 1 divided by E1 square plus E2 square plus E1 E2 into phi 1 phi 2 plus phi 2 phi 1. That is equation number 9. So that is the expansion for the total energy E. Now the each term phi 1 H psi 1, that is considered as H11. നിങ്ങൾ താഴേക്ക് എഴുതിയെടുക്കണം. phi 1 H phi 1 equal to H11. phi 2 H phi 2 equal to H22. phi 1 H phi 2 equal to Hamiltonian with respect 1 2. phi 2 H phi 1 is equal to H21. Similarly, we can hear phi 1 phi 2 phi 2 phi 1. So we can also write it as phi 1 phi 1 equal to S11. So S11 എന്ന് പറയുമ്പം again with respect to that into same. That is equal to only real number ഉള്ളെങ്കിൽ we can write it as other into other. But here it is we can straight it as that is equal to 1 വരും അല്ലേ? എസിന്റെ കേസിൽ എസിന്റെ സ്പിന്നിന്റെ കേസിൽ പാരിറ്റി സെയിം ആയി കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്റ്റ് വരുമ്പോൾ S11 1 ആവും, S22 1 ആവും, മറ്റേത് രണ്ടും ഒരിക്കലും 1 ആവൂല. അപ്പൊ നമുക്ക് 511 എന്നുള്ളതിന് 1 കൊടുക്കാം. സോ 5 2 equal to S22 equal to 1. 5 1 5 2 equal to S12 and 5 2 5 1 equal to S21. So these are the terms of equivalent to that equation number 9. Now this hydrogen atom or H2 plus hydrogen, it is a homonuclear diatomic molecule
diatomic molecule. Then with respect to P1 and P2, രണ്ട് പ്രോട്ടോൺ ഉണ്ട്. നമ്മൾ 2 ഹൈഡ്രജൻ ആറ്റം പറയുന്നത് ഓരോ P1 P2 എന്ന് പറഞ്ഞാലും അത് രണ്ടും ഐഡന്റിക്കൽ ആണെങ്കിൽ വി ക്യാൻ സിംപ്ലി റൈറ്റ് ആസ് H11 ഈക്വൽ ടു H22. ഇപ്പൊ നമ്മൾ മുമ്പേ എഴുതിയതിനകത്ത് H11 H22 അത് സെയിം ആവും. ആൻഡ് ഡ്യൂ ടു 5.1 ആൻഡ് 5.2 ആർ റിയൽ, അത് റിയൽ ആയതുകൊണ്ട് വി ക്യാൻ ഓൾസോ സേ ഇറ്റ് ആസ് H12 എന്ന് പറയുന്നത് തന്നെയായിരിക്കും H21ഉം, അതുപോലെ S12 എന്ന് പറയുന്നതാണ് S21ഉം, അതിന് വേണേ S എന്ന് കൊടുക്കാം. And here this is very important. This S is called the overlap integral. Overlap. So 5.1, 5.2 is the overlap of 5 on 5.1. അപ്പൊ നമ്മള് 5.1, 5.2 വിത്ത് റെസ്പെക്ട് ടു അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇനി നമുക്ക് എനർജി കണ്ടുപിടിക്കണം അല്ലെ. എനർജി കണ്ടുപിടിച്ചിട്ട് ഡോ ഇ ബൈ ഡോ ആൽഫ, ആൽഫയ്ക്ക് പകരം ഇവിടെ ഇ ആണ്, അത് വെച്ച് 0 ആക്കി അതിനെ മിനിമം ആക്കി എടുത്ത് എനർജിയുടെ ടേമിലേക്ക് പോകണം. സോ നൗ കൺസിഡർ ദ ടേം ഫോർ ദ എനർജി. സോ മിനിമൈസ് ദി എനർജി വിത്ത് റെസ്പെക്ട് ടു E1 ആൻഡ് E2. രണ്ട് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്തിരിക്കുന്ന വേരിയബിൾ പാരാമീറ്റർ അനുസരിച്ച് വി വാണ്ട് ടു മിനിമൈസ് ദ എനർജി. സോ ദ ഇക്വേഷൻ 9 നമുക്ക് റീറൈറ്റ് ചെയ്യാം. The equation 9 is modified as E into E1 square plus E2 square plus 2E1 E2 into S വരും. E1 E2 5.1H5.2 അല്ലേ വേണേ, 5.1H5.2 5.1H5.2 അത് ശ്രദ്ധിച്ചെഴുതണേ, തെറ്റിപ്പോകരുത്. നമുക്ക് മറ്റേതിനകത്ത് ശരിക്കും നയനകത്ത് മുമ്പേ പറഞ്ഞ ഓരോ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെയ്തിട്ടുള്ള സൊല്യൂഷനാണ് എഴുതുന്നത്. എഴുതുമ്പോൾ നോക്കി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടില്ല. അത് വരും E1 square plus E2 square plus 2E1 E2S. Good. E1 square H11 plus E2 square H11 plus 2E1 E2 H12. നമുക്കിനി ഇതിന്റെ I വാല്യൂ കാണണമെങ്കിൽ we want to minimize the term. So derivative with respect to dou E by dou E1 equal to 0. അതുപോലെ തന്നെ ഡോ ഇ ബൈ ഡോ E2 ഉണ്ടല്ലേ വിത്ത് റെസ്പെക്ട് ടു E2, അതും വിത്ത് റെസ്പെക്ട് ടു 0 ചെയ്യും. ഇതിനെ E1 ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കണം. അപ്പോഴ് E2 ടേം ഇല്ല, അപ്പൊ അത് 0 ആയി. അപ്പൊ E ഇൻറ്റു ഈ സ്ക്വയറിന്റെ 2E1 പ്ലസ് 0 പ്ലസ് 2E1 വിത്ത് റെസ്പെക്ട് ടു E1 അല്ല, അപ്പൊ E2S എന്ന് വരും ഈക്വൽ ടു 2E1 H11 plus 0 plus 2E2 H12 അങ്ങനെ വരും. ഇനി C1ന്റെയും C2ന്റെയും ടേം ഓരോ വശത്തേക്കും സെപ്പറേറ്റ്ലി മാറ്റി സോൾവ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് H11 മൈനസ് E ഇൻറ്റു C1 പ്ലസ് H12 മൈനസ് E into S into C2, that is equal to 0. That is equation number 10. ഇനി ഇതിനെ അതുപോലെ ചെയ്യണം. ഏതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ദിസ് E2 ചെയ്യണം. ഇങ്ങനെ ചെയ്യണം, വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യണം. C1 വിത്ത് റെസ്പെക്ട് ടു C2 ചെയ്യുമ്പം H12 മൈനസ്
ES into എളുപ്പമാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരും. C1 plus H11 minus ഇത് ചെയ്തെടുക്കാം കേട്ടോ, ചുമ്മാ ഡെറിവേറ്റ് ചെയ്താൽ മതി. Into C2 equal to 0. That is equation number 11. So how can we write? We can write it as non-trivial solution by the matrix form. So the matrix or determinant H, matrix not be matrix, determinant H11 minus E, H12 minus ES, H12 minus ES, H11 minus E. That is become determinant value becomes 0. So this is into ഇത് അതിന്റെ സ്ക്വയർ മൈനസ് ഇത് into ഇത് അതിന്റെ സ്ക്വയർ 0. So H11 minus E square minus H12 minus ES whole square, that is equal to 0. By solving this, we can find out the energy value E1 and E2. And we obtain E1 as H11 plus H12 by 1 plus S. E2 in the same Hamiltonian H11 plus H12 by 1 minus S. It's based upon the S. Spin in the case minus. E1 is this value, this E2 value is this. This is for the energy for approximating the minimum value or ground state value of a deuteron atom, and that is equation number 12, and that is equation number 13.